insignificance of real life steers attention towards an illusory existence. വ്യക്തിഗത മനുഷ്യന് ഭൗതികമായ ഇടങ്ങളിൽ സ്ഥാനം നഷ്ടമാകുമ്പോൾ പ്രതീത ഇടങ്ങളിൽ സ്ഥാനം കണ്ടെത്താൻ പ്രേരിതമാകുന്നു. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വ്യവഹാരങ്ങളുടെ വല്ലാത്ത കുത്തൊഴുക്കിൽ ആണ് നമ്മുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി സ്വാഭാവികമായി ചിട്ടപ്പെടുത്തി ഒരുക്കിയ ഒരു ജീവിതക്രമത്തിൽ നിന്നും അതിന്റെ ഈ നുരഞ്ഞു പൊങ്ങൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതായത് സാധാരണ രീതിയിൽ നിൽക്കുന്നതിൽ അകത്ത് പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള താപപ്രവർത്തനങ്ങളായിക്കോട്ടെ, രാസപ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെ വരുന്ന സമയത്ത് ഇതിങ്ങനെ ഏതൊരു ദ്രാവകവും തിളച്ചു പൊങ്ങി ചിലപ്പോൾ അതിന്റെ ചൂട് കൂടുകയാണെങ്കിൽ ഈ തിളച്ച് അത് ആവിയായിട്ട് സ്ഥിതിമാറ്റം വന്നിട്ട് ഈ കണ്ടെയ്നറിൽ നിന്ന് തന്നെ വെളിയിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ പ്രകൃതി, പരിസ്ഥിതി, നമ്മുടെ മനസ്സ്, ഇവയെല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യമുണ്ടല്ലോ. ഈ പാരസ്പര്യത്തിന്റെ ഇടയിലുള്ള ഇടപെടലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ വേഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നുവെച്ചാൽ അവ ആവർത്തിച്ചുണ്ടാകുമ്പോൾ പ്രകൃതി കൽപ്പിച്ചതിനും അധികമായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നത് പോലെ ഈ പരസ്പരമുള്ള ബന്ധങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ എണ്ണം കൂടി വരും. എന്നുവെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഇപ്പൊ നമ്മുടെ ശരീരവും മനസ്സും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനസ്സും പ്രകൃതിയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരവും പ്രകൃതിയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു സഹവ്യവസ്ഥയും ആയിക്കോട്ടെ, ഇവ തമ്മിലുള്ള പാരസ്പര്യമുണ്ടല്ലോ. ഈ പാരസ്പര്യം എന്നുള്ളതിന്റെ ഇടയിൽ ഭൗതികമായ നേരിട്ടുള്ള പ്രകൃതി ഇച്ഛിക്കുന്ന, പ്രകൃതി കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിനും അപ്പുറത്ത് അതിനകത്തേക്ക് ഒരു യുക്തിയുടെ ഒരു സ്വാധീനം വന്നു കയറും. അപ്പോ ഇവ തമ്മിലുള്ള പരസ്പരമുള്ള നേരിട്ടുള്ള ബന്ധം ഒഴിവായിട്ട് ഇതിങ്ങനെ പ്രക്ഷുബ്ധമായിട്ട് ചലിക്കാൻ തുടങ്ങും. വെള്ളം തിളയ്ക്കുന്നത് പോലെ. വെള്ളം തിളയ്ക്കുമ്പോൾ ആദ്യം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം ഇങ്ങനെ പതുക്കെ അണങ്ങി തുടങ്ങുന്നത് കാണാം. പിന്നെ അതിനകത്ത് കുമിളകൾ പൊട്ടി അതിങ്ങനെ വേഗം കൂടി ഇവ തമ്മിലുള്ള കൂട്ടിപ്പിടുത്തം പോയിട്ട് ഇവ മറ്റൊന്നായി മാറുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും. കുറച്ചുകൂടെ ചൂടായാൽ ഇപ്പൊ നിൽക്കുന്ന ജലം എന്നുള്ള അവസ്ഥ നീരാവി എന്നുള്ള അവസ്ഥയിൽ നിന്നും അത് കാണാനേ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിമാറ്റമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതേപോലെ തന്നെ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള, നമ്മളും സമാജവും തമ്മിലുള്ള, നമ്മളും മനസ്സും തമ്മിലുള്ള, നമ്മളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ. ഞാൻ എന്നുള്ള ആ ഏകകവും എനിക്ക് ചുറ്റുമുള്ള വസ്തുതകളും തമ്മിലുള്ള പരസ്പര ബന്ധം, ഇത് ഇടപെടലിന്റെ വേഗം കൂടുന്നതിനനുസരിച്ച്, വ്യവഹാരങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന ബന്ധങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ, നമ്മൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ പ്രക്ഷുബ്ധത കൂടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ഥിതിഭേദം എന്ന് പറഞ്ഞല്ലോ, സ്ഥിതിമാറ്റം, അതായത് ജലമായിരിക്കുന്ന അവസ്ഥ നീരാവിയായി കാണാതെയാകുന്ന ഒരവസ്ഥ. നീരാവിയായി ആദ്യം മാറുന്നു, പിന്നെ അത് എങ്ങോട്ട് വിലയം പ്രാപിക്കുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ. ഇതുപോലെ സ്ഥിതിമാറ്റം ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവും. ആ സ്ഥിതിമാറ്റമാണ് നമ്മളെ വേറെന്തൊക്കെയോ സങ്കല്പങ്ങൾ, യാഥാർത്ഥ്യങ്ങളല്ലാത്ത ഏതൊക്കെയോ സങ്കല്പങ്ങളിലേക്ക് ആക്കി തീർക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വത്വത്തെ ഉപേക്ഷിച്ചിട്ട് കാലം കുറയും. എത്ര പേർക്കാണ് അവനവന്റെ ജീവിതത്തിന്റെ പർപ്പസ് അറിയാൻ? എത്ര പേർക്കാണ് അവനെ നിൽക്കുന്ന ഇടത്തെ ധർമ്മത്തെ കൃത്യമായിട്ട് അറിയാൻ? ഭൂരിഭാഗം പേർക്കും അറിയില്ല. അവിടെ ആരോ പഠിപ്പിച്ചു വിട്ട ഒരു ചിട്ടയിൽ, ആരോ പഠിപ്പിച്ചു വിട്ട ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നു. കീ കൊടുത്താൽ നീങ്ങുന്ന ഒരു ഉപകരണത്തിന് എവിടെ കൊണ്ടുവച്ചാലും കീ കൊടുത്താൽ നീങ്ങും. അതുപോലെ യന്ത്രങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് മനുഷ്യൻ ഇപ്പോൾ. അപ്പോ അവനെ പ്രക്ഷുബ്ധത കൂട്ടിയ ഒരു അവസ്ഥയിലേക്ക്, വ്യവഹാരങ്ങളുടെ ഇടയിലേക്ക് ആദ്യം തന്നെ തള്ളിവിടുന്നു. ചെറിയ കാലം മുതൽ തന്നെ അവരെ സംസ്കാരം പഠിപ്പിക്കുന്നു, അതിനുശേഷം യുക്തി പഠിപ്പിക്കുന്നു, അതിനുശേഷം അക്കാഡമിയിലൂടെ വിദ്യ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിച്ച് അവനെ എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അവന്റെ ഉള്ളിലെ പ്രക്ഷുബ്ധത കൂടുന്നു. അപ്പൊ അവന്റെ തനത അവസ്ഥ അവന് നഷ്ടമാകുന്നു. ആ തനത അവസ്ഥ നഷ്ടമായിട്ട് അവൻ വേറെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവന് എന്താണ് നഷ്ടമാകുന്നതെന്ന് അവനറിയില്ല. ആ ഒരവസ്ഥയാണ്. നമ്മളിപ്പോ ഈ ആധുനിക കാലത്ത് പലരെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല കുടുംബങ്ങളിലും വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഇടയിലേക്ക് പല ഉപകരണങ്ങൾ വന്നു. ആദ്യം അങ്ങനെ വന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് പുസ്തകമാണ്. വീട്ടിലുള്ളവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് പുസ്തകത്തിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പുസ്തകം വായിക്കുന്നവർ അവരവരുടെ ലോകം സൃഷ്ടിക്കാൻ തുടങ്ങി. വിദ്യയുടെ ആദ്യ പടിയാണതെന്ന് വിചാരിക്കുക. അങ്ങനെ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരസ്പര ബന്ധങ്ങൾ കുറയാൻ തുടങ്ങി. പുസ്തകം ചെറുതായിട്ടാണ് സ്വാധീനിച്ചതെങ്കിൽ പത്രങ്ങൾ വന്നപ്പോൾ കുറച്ചുകൂടെ വലിയ രൂപത്തിലേക്ക് അത് മാറി. കാരണം നിത്യേന വരും പത്രം, നിത്യേന വാർത്തകൾ കൊണ്ടുവരും. അപ്പോ അത് പിന്നെയും മാറ്റി. അതിനുശേഷം